കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാനാണ് കെ.വി. തോമസ് പോയതെന്നാണ് ഇടതുപക്ഷ സർക്കാർ പറയുന്നത്, അല്ലെങ്കിൽ ഇടതുമുന്നണി പറയുന്നത്. പക്ഷേ തോമസിൻ്റെ കയ്യിൽ കണക്കൊന്നും ഉണ്ടായിരുന്നില്ല. മുമ്പൊക്കെ മന്ത്രിമാരെ കാണാൻ കൊച്ചിയിൽ നിന്ന് തിരുതമീനുമായി പോയി കാര്യങ്ങൾ നടത്തിയ കെ.വി. തോമസിന് ഇത് ബി.ജെ.പി. മന്ത്രിമാരാണെന്ന വ്യത്യാസം മനസ്സിലായില്ലേ? കേരളത്തെ അവഗണിക്കുന്നുവെന്നാരോപിച്ച് കേരളത്തിൻ്റെ കണക്ക് വാങ്ങാനായി ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട കെ.വി. തോമസിനാണ് വെറും കൈയോടെ മടങ്ങി വരേണ്ടി വന്നത്. ആവശ്യവും കണക്കുമായി പോയ കെ.വി. തോമസിനോട് കയ്യിൽ കണക്കെവിടെ, റിപ്പോർട്ട് എന്നാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചോദിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി കെ.എൻ. ബാലഗോപാലുമൊക്കെ പറയുന്ന മൈക്കിൽ കൂടെ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ മാത്രമേ കെ.വി. തോമസിൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, കണക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ കെ.വി. തോമസിന് തിരിച്ചു പോരേണ്ടി വന്നു. തിരിച്ചു വന്ന മാധ്യമപ്രവർത്തകരോട് കെ.വി. തോമസ് ചൂടായി എന്നാണ് പറയുന്നത്. കാരണം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ആശാപ്രവർത്തകരുടെ സമരമാണ്. മഴയും വെയിലും കൊണ്ട് നിരവധി ദിവസങ്ങളായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ സമരം ചെയ്യുന്നു. അവരുടെ ആവശ്യം ന്യായമായ വേതനമാണ്. എന്നാൽ ആ വേതനം നൽകാൻ കേരളത്തിലെ സർക്കാർ, വേതന വർധനവ് നൽകാൻ കേരളത്തിലെ സർക്കാർ തയ്യാറാവുന്നില്ല. പകരം ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക്, ആശാപ്രവർത്തകർക്ക് വേതനം നൽകുന്നത് എന്നാണ്. ഇത് പൊള്ളയായ വാദമാണെന്ന് തെളിഞ്ഞിട്ടും സർക്കാർ ആശാപ്രവർത്തകരുമായി ചർച്ച ചെയ്യാനോ അവരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാനോ തയ്യാറാവുന്നില്ല. അതിനു പകരം കേരളത്തിലെ CITU ഇടതുമുന്നണിയും ആശാപ്രവർത്തകരെ അപമാനിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തെ അവഗണിക്കുന്നു എന്ന മുദ്രാവാക്യവുമായി, അല്ലെങ്കിൽ കേരളത്തെ അവഗണിക്കുന്ന വാദവുമായി കെ.വി. തോമസ് ധനമന്ത്രിയെ കാണാൻ പോയത്. എന്നാൽ ധനമന്ത്രിയുമായി സംസാരിക്കുന്ന സമയത്ത് കേരളത്തിന് എത്ര കിട്ടി, എത്ര കിട്ടാനുണ്ട് എന്നുള്ള യാതൊരു കണക്കുകളും, കേരളത്തിന് അവകാശവാദങ്ങളോ ആവശ്യങ്ങളോ ഒന്നും തന്നെ കെ.വി. തോമസിന് കയ്യിലുണ്ടായിരുന്നില്ല. നിരാശനായി വന്ന കെ.വി. തോമസ്, അല്ലെങ്കിൽ ക്ഷുഭിതനായിട്ട് വന്ന കെ.വി. തോമസ്, കാരണം അദ്ദേഹത്തിന് എന്താണോ ലഭിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചത് അതൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ന്യായവാദങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ രോഷം തീർത്തത് മാധ്യമപ്രവർത്തകരോടാണ്. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ മാത്രമാണോ? ഞാൻ നിരവധി പ്രശ്നങ്ങൾ ധനമന്ത്രിയുമായി ചർച്ച ചെയ്തു. ആശാപ്രവർത്തകരുടെ കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾ എന്താണ് ആശാപ്രവർത്തകരുടെ കാര്യങ്ങൾ മാത്രം ചോദിക്കുന്നത് എന്നാണ് കെ.വി. തോമസ് പറഞ്ഞത്. ഏതായാലും കേരളത്തിന്റെ ധനസ്ഥിതി അങ്ങേയറ്റം മോശമായ സ്ഥിതിക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള യാതൊരു നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതിൽ മാത്രമല്ല, കള്ളപ്രചരണങ്ങൾ നടത്തി കേന്ദ്ര സർക്കാരിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിലാണ് സംസ്ഥാന സർക്കാർ ഊന്നൽ നൽകുന്നത്. കെ.വി. തോമസിന്റെ തിരിച്ചുവരവോടുകൂടി കേരളത്തിന്റെ വാദങ്ങളൊക്കെ തന്നെ പൊളിയുകയാണ്. ഇനിയെങ്കിലും കേരളത്തിലെ സർക്കാർ ന്യായമായ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരോട്, തൊഴിലാളി വർഗ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ സർക്കാർ ആശാപ്രവർത്തകരോട് ചർച്ച ചെയ്യും, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരെ അധിക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് കെ.വി. തോമസിനാണ്. അത് സംസ്ഥാന സർക്കാരിന് കൂടിയുള്ള തിരിച്ചടിയാണ്.